നിങ്ങൾ അറിഞ്ഞു കാണും, ഹമാസ് ട്രംപ് മുന്നോട്ട് വെച്ച പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്ത് ഒരു ഹോസ്റ്റേജസിനെ പോലും ഇല്ലാതെ എല്ലാവരും റിലീസ് ചെയ്യാൻ തയ്യാറാവുകയാണ്. കാരണം ഞായറാഴ്ച, അതായത് നാളെ 6 മണി വരെയാണ് അതിന് ടൈം കൊടുത്തിരുന്ന വൈകുന്നേരം. അതിനു മുമ്പ് മുഴുവൻ ആൾക്കാരെ റിലീസ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. അതായത് ട്രംപ് മുന്നോട്ട് വെച്ച പ്രപ്പോസൽ അൺകണ്ടീഷണൽ, ആ വാക്കാണ് ഞാൻ പറയുന്നത്. അവർ നെഗോഷിയേറ്റ് നടത്താൻ തയ്യാറായില്ല, അതിനെപ്പറ്റി നീണ്ടൊരു കോൺവെർസേഷൻ നടത്താൻ തയ്യാറായില്ല, ഒന്നും തയ്യാറായില്ല. അവർ അൺകണ്ടീഷണലായിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഇനി അടുത്തൊരു പോയിന്റ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, പ്രധാനപ്പെട്ടൊരു പോയിന്റ്. എന്തുകൊണ്ടാണ് ഈ ഹോസ്റ്റേജസിനെ കൊണ്ടുപോകുന്ന സംഭവം ഈ ഹമാസ് ചെയ്തത്? നേരത്തെ ചെയ്തിരുന്നു. ഒരു ഇസ്രായേലി പട്ടാളക്കാരനെ കൊണ്ടുപോയി. അപ്പോൾ ആ പട്ടാളക്കാരനെ അവർ ഹോസ്റ്റേജസ് ആയിട്ട് കൊണ്ടുപോയിട്ട് ഏകദേശം 1000-ൽ പരം ഗാസ അനുകൂലികളായിട്ടുള്ള പാലസ്തീൻകാരെ വിട്ടുകൊടുത്തു ഇസ്രായേൽ. ഇവരുദ്ദേശിച്ച അതേപോലെ ഇത്രയും പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഗാസയാണെങ്കിലും വെസ്റ്റ് ബാങ്കിൽ നിന്നും ഇവരുടെ എല്ലാ ഡിമാൻഡും ഇസ്രായേൽ അംഗീകരിക്കും എന്നുള്ള ധാരണയായിരുന്നു ഇവർക്കുണ്ടായത്. അതാണ് ഈ 2-2.5 വർഷം നടന്ന ഈ വാറിനകത്ത് ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്, ഇസ്രായേലിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം. നേരത്തെ ഇതുണ്ടായിട്ടുണ്ട്, പല ആവർത്തി ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് മനസ്സിലാക്കുന്നത്, ഇനി ഈ പരിപാടി നടക്കത്തില്ല. ഹോസ്റ്റേജസിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഈ പറയുന്ന അവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുക, അതുമായിട്ട് ഇനി അവരുടെ ആ സംഭവം ഇല്ലാതായി. ഒന്ന്, നമ്പർ 1. നമ്പർ 2, നമ്മൾ ഉദ്ദേശിക്കുക ഈ വാറുമായിട്ട് 2 വർഷം കഴിഞ്ഞ് ഈ വാറിൽ ഹമാസ് എന്ത് നേടിയെന്നുള്ളതാണ്. കേരളത്തിലെ ചില യൂട്യൂബ്, ചില സാറ്റലൈറ്റ് ചാനലൊക്കെ പറയുന്ന അവരുടെ ഈ ചർച്ചയിലും ഡിസ്കഷനിലൊക്കെ പറയുമ്പോൾ, അതേപോലെ അൽ ജസീറ പറയുന്ന അൺബീറ്റബിൾ ഹമാസ് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കുക, ഹമാസ് തുടക്കം കുറിച്ചത്, അതായത് തുടങ്ങിയത് 37 വർഷം മുമ്പാണ് ഹമാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 18 വർഷമായിട്ട് ഗാസ സ്ട്രിപ്പ് ഹമാസാണ് റൂൾ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ ഹമാസിനെ വളർത്തിയതിനകത്തും ഇതിനകത്ത് ഇസ്രായേലിനൊരു പങ്കുണ്ട്. കാരണം ഹമാസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ പാലസ്തീൻ അതോറിറ്റി, അതായത് PLO, അവർക്കെതിരാണ് വെസ്റ്റ് ബാങ്കിൽ. നേരത്തെ അവരാണ് ഈ ഗാസ സ്ട്രിപ്പ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവർ തമ്മിലുള്ള പൊളിറ്റിക്കൽ ഡിഫറൻസ് അടിയായ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഗ്രാജുവലായിട്ട് ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്തു, ഒരു ടെറർ ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്തു. ആ സമയത്ത് ഒരു പൂർണ്ണമായിട്ടും ടെറർ ഓർഗനൈസേഷൻ ആയിരുന്നില്ല ഹമാസ്. പിന്നീട് ഒരു ഇസ്ലാമിക ടെറർ ഓർഗനൈസേഷനായിട്ട് മാറി, ഗ്ലോബൽ ത്രെട്ടായിട്ട് മാറി. അതിൻ്റെ പരിണിത ഫലങ്ങളായിട്ടുണ്ടായതാണ് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞത്, IS ആണെങ്കിലും അൽ ഖൈദ ആണെങ്കിലും അങ്ങനെ പല മൂവ്മെൻറ്റുകളും. അതൊരു സുന്നി വേർഷനായിരുന്നു. അപ്പോൾ ഇത് അവിടെയുള്ള അറബ് രാജ്യങ്ങൾക്ക് ത്രെട്ടായി മാറി. ഇത് ആദ്യമല്ല അറബ് രാജ്യങ്ങളൊക്കെ ഈ ഹമാസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് അവർക്ക് മനസ്സിലായി ഇത് അവർക്കും പൊട്ടൻഷ്യൽ ത്രെട്ടാണ്. കാരണം അവരുടെ രാജ്യത്തും കാരണം എല്ലാ രാജഭരണമുള്ള രാജ്യങ്ങളാണ് ഈ അറബ് രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ. അപ്പോൾ അവർക്ക് മനസ്സിലായി അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലായിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ പുറകെ ഈ ഐഡിയോളജിയാണ് കയറി വരുന്നത്. അപ്പം അതോടുകൂടി അവർക്കും ഭയമായി. ഇതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ഈ പറയുന്ന മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്ന സാധനം കയറി വന്ന് അവിടെ എല്ലാവരെയും അടിച്ചൊതുക്കി വേറെ ആൾക്കാരെ കൊണ്ടുവന്നു. മുസ്ലിം ബ്രദർഹുഡ്, ഈ പറയുന്ന എല്ലാ ഓർഗനൈസേഷൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ഈ ഹമാസും ഈ PLOയും ഈ പറയുന്ന പാലസ്തീനിൽ നടന്ന ഇസ്രായേലിനെതിരെ നടന്ന മൂവ്മെൻ്റാണ്. അതുകൊണ്ടാണ് ആൻറ്റി സെമറ്റിക് മൂവ്മെൻറ്റ് ഗ്ലോബലായിട്ട് വലിയ സംഭവമായി മാറിയത്. അപ്പം ഹമാസിൻ്റെ 18 വർഷത്തെ ഭരണമല്ല, ആ സംഭവമേ ഇല്ലാതായി. നിങ്ങൾ ഹമാസിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുക. ഏകദേശം 30,000 പേരായിരുന്നു ഹമാസിൻ്റെ അകത്തുള്ള മിലീഷ്യ ഗ്രൂപ്പിൽ. 30,000 പേര്. ഇന്ന് പറയുന്നത് അത് ഏകദേശം 2000, 2500, 3000 പേരിൽ കുറച്ചേ ഉള്ളൂ. അത്രമാത്രമാണ് അവർക്കുണ്ടായ അവരുടെ അടി കിട്ടി നാശമായി. അവരുടെ ഒരുപ്പെട്ട ലീഡേഴ്സ് എല്ലാം, യാഹിയ സിൻവാർ, ഇസ്മായിൽ ഹാനിയ, അങ്ങനെ അവരുടെ മിലിറ്ററി ചീഫ്, ഇവരെ മുഴുവനും തട്ടി. അതേപോലെ ഇവർക്കുണ്ടായിരുന്ന വലിയ ഈ മിലിറ്ററി
എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു ഈ ഇറാൻ സഹായിച്ചത്. അത് മുഴുവൻ ഏകദേശം അവർക്കൊരു ഗറില്ല ഫൈറ്റ് ചെയ്യാൻ പോലുമുള്ള പ്രാപ്തിയില്ലാതായി ഹമാസിന്. അതുകൊണ്ടാണ് ഹമാസ് കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്തത്. അതായത് മനസ്സിലാക്കുക, കംപ്ലീറ്റ് സറണ്ടറാണ്. ഈ ഗാസയിലാണെങ്കിൽ ഒരു ബിൽഡിങ് പോലും ഇല്ലാതെ മുഴുവൻ അടിച്ചു കൂറക്കണം. ഇസ്രായേലിനറിയായിരുന്നു ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഹമാസ് വന്നേ മതിയാവത്തുള്ളൂ, കാരണം അവരല്ലെങ്കിൽ പൂർണ്ണമായിട്ടും തീർന്നു പോകും. ഇനി അവിടെ എത്ര പേരാണ് പലസ്തീൻകാരവിടെ ഗാസയിൽ മരിച്ചത്? ഏകദേശം 65,000 പേര്. എത്ര പേരാണ് സീരിയസ്ലി ഇഞ്ചുവേർഡ് ആയത്? 2 ലക്ഷത്തിന് മുകളിൽ. ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഹമാസിന് സപ്പോർട്ട് ചെയ്ത ശേഷം ആ രാജ്യങ്ങളിൽ വെടിതീർന്നു പോയത്? ഞാൻ ഇറാനെ പറ്റി വേറെ സ്റ്റോറി ചെയ്യുക. ഇറാൻ ഒരു പ്രൊഫഷണൽ ആർമിയും ഒരു സെറ്റപ്പ്, ഒരു അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഉള്ള രാജ്യമായിരുന്നു, ഷിയ രാജ്യമായിരുന്നു. ആ രാജ്യത്തിൻ്റെ സ്ഥിതി കണ്ടോ? കുടിക്കാനുള്ള വെള്ളം പോലും ഇല്ല. ടെഹ്റാൻ എന്ന് പറഞ്ഞ ക്യാപിറ്റൽ സിറ്റി അവിടുന്ന് മാറ്റാൻ പോകും അവിടുത്തെ ഗവൺമെൻറ്. അവരുടെ റിസർവോയർ തീർന്നു, അത് തീർന്നു, അവരുടെ സീനിയർ പട്ടാള ഓഫീസേഴ്സ് തീർന്നു, അവരുടെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് തീർന്നു. ഈ ഹമാസിൻ്റെ ഇഷ്യൂ ഉണ്ടാവുകയില്ലായിരുന്നുവെങ്കിൽ ഏകദേശം 2 വർഷത്തിനുള്ളവരെ ന്യൂക്ലിയർ വെപ്പൺസ് അച്ചീവ് ചെയ്തേനെ. അതും തീർത്ത് കൈ കൊടുത്തു. ഇതാണ് പറഞ്ഞ ബ്ലണ്ടറും പൊട്ടത്തരുമാണ് ഇതിൽ കാണിച്ചത്. അതേപോലെ ഹമാസിൻ്റെ ഒരു ധാരണയുണ്ടായിരുന്നു, അവർ ഇസ്രായേൽ ആർമി അവിടെ ഉള്ളവരെ വളരെ ചെറുതായിട്ട് കണ്ടു. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇസ്രായേൽ ഇതേപോലെ റൂത്ത്ലെസ് ആയിട്ട് റിട്ടാലിയേഷൻ നടത്തുമെന്ന്. വല്ലാത്ത രീതിയിലാണ് ഇസ്രായേൽ ആക്രമിച്ചത്. അതായത് അവരുടെ ബേസ് ഉൾപ്പെടെ ഏകദേശം 400ഓളം ടണലുകളാണ് ഇവർ ദൂരെ കളഞ്ഞത്. ഇവരുടെ ഓരോ ലീഡേഴ്സിനെ അടിച്ച് ദൂരെ കളഞ്ഞത്. ആ രീതിയിൽ അതിനെ ആക്കി കൊടുത്തു. ഇപ്പം എന്താ പറയുന്നത്? ഡീമിലിറ്ററൈസേഷൻ. അതായത് അവിടെ ഹമാസ് പാടില്ല, ഈ രീതിയിലാണ് വന്നത്. അപ്പം ആർക്കായി നേട്ടം ഉണ്ടാക്കിയത്? പിന്നീട് ചില ഇവർ കാണിച്ച മണ്ടത്തരം എന്ന് പറയുന്നത്, ഇപ്പം ഇസ്രായേലി പട്ടാളക്കാരെയൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഹമാസിൻ്റെ ആൾക്കാർ അതിൻ്റെ വീഡിയോ ഉണ്ടാക്കി ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഇത് ഇസ്രായേലിന് വേണമെങ്കിൽ ആ സമയത്ത് അവിടെ ഇൻ്റർനെറ്റ് അങ്ങ് ബാൻ ചെയ്യാമായിരുന്നു, പക്ഷെ അവർ ചെയ്തില്ല. എന്താ കാരണം? ഇവരെവിടൊക്കെയാവും ഒളിച്ചിരിക്കുന്ന ആ വീഡിയോയ്ക്കകത്ത് അവർ കണ്ടുപിടിക്കാൻ തുടങ്ങി. അതാണ് ഈ മണ്ടന്മാരും പൊട്ടന്മാരുമാണ് അത്. എന്നിട്ട് അവിടെ വന്ന് ഇസ്രായേൽ അടിക്കാൻ തുടങ്ങി. ഇതാണ് അവർക്ക് പറ്റിയ അബദ്ധം. കാരണം ടെക്നോളജി വാർഫെയർ ആണ് ഇസ്രായേൽ നടത്തിയത്. ഹമാസിൻ്റെ ഈ ഹൈ എൻഡ് ടെക്നോളജി എവിടെ ഉള്ളത്? ഈ പറയുന്ന ഇറാനാണ് അവരെ സഹായിക്കുന്നതെന്ന് പറയുന്നത്. അവരെവിടെയാണ് ഈ ഹൈ എൻഡ് വെപ്പൺസ് ഉള്ളത്? ഇതാണ് ഇതിൻ്റെ അകത്ത് മണ്ടത്തരവും മഠയത്തരവും കാണിച്ചത്. അല്ലായിരുന്നുവെങ്കിൽ ഈ ഹമാസിന് ഈ പറയുന്ന ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് വരെ മാറും. നിങ്ങൾ കണ്ടോണം. എത്ര ടൺ കണക്കിന്, എത്രയോ മില്യൺ കണക്കിന് വേസ്റ്റുകളുണ്ടായി. ബിൽഡിങ്ങുകൾ മുഴുവനും പൊളിഞ്ഞു ദൂരെ പോയി. സ്കൂളുകളില്ല, ആശുപത്രികളില്ല. പിന്നെ എങ്ങനെ അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത്? ഇനി പഴയ രീതിയിൽ അവിടെ പാലസ്തീൻകാരെ മാത്രം ഒരിക്കലും ആയിരിക്കത്തില്ല. അവിടെ മിക്സ്ഡ് കമ്മ്യൂണിറ്റി വരും. അതേപോലെ തന്നെ ഈ ഗാസയുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഈ ഹമാസുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ അവിടുന്ന് വൈപ്പ് ഔട്ട് ചെയ്യും. അത് ഗ്രാജുവൽ പ്രോസസ്സാണ്. അതാ പറയുന്നത്, ഈ മണ്ടത്തരവും മടയത്തരവും കാണിച്ചത് ഇത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടു. 1200 ഇസ്രായേലികൾ സെപ്റ്റംബർ 8-ാം തീയതി കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഹമാസ് അറ്റാക്ക് ചെയ്ത് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ്. അപ്പം അതിനെതിരെ വലിയ താളമൊക്കെ ചവിട്ടിയത് ഇപ്പം നിശബ്ദമായിപ്പോയി. കാരണം ഹമാസിൻ്റെ ഗതികേട് തന്നെ ആയിപ്പോയി. കാരണം ഹമാസ് ഇല്ലാതായിപ്പോയി. ഒരു റൂളിംഗ്, ഒരു സ്ട്രിപ്പ്, ഏകദേശം 10-21 ലക്ഷം പേരുള്ള ഒരു ചെറിയ രാജ്യം ഓട്ടോണമസ് ആയിട്ട് അവർ തന്നെ ഭരിക്കുന്നു. അവർക്ക് ഇഷ്ടം പോലെ വിദേശ സഹായം അതെല്ലാം കിട്ടുന്നുണ്ട്. ആരും ജോലിക്ക് പോകുന്നില്ല. അവിടെ ഉണ്ടാക്കിയെടുത്ത് മാത്രം ടെററിസം മാത്രം, കൊച്ചു കുട്ടികളെ ഉൾപ്പെടെ. ഈ കൊച്ചു കുട്ടികളെ ഉൾപ്പെടെ നിങ്ങൾക്ക് കാണാം, പല വീഡിയോയിലും കണ്ടു കാണാം. അവരൊക്കെ ഒരു എഴുന്നേറ്റ് നടക്കുന്ന പ്രായത്തിൽ അവർക്ക് കൊടുക്കുന്ന വെപ്പൺസാണ്. അങ്ങനെയാണത് വളർത്തിയെടുത്തത്. അതാണ് സംഭവം അടിച്ച് പിരിഞ്ഞ് ദൂരെ പോയത്. അതായത് ഇവരിത് സറണ്ടർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന 10 ലക്ഷത്തോളം 1.5 മില്യൺ ആൾക്കാരുണ്ട്, അവരെയും തീർത്തേനെ. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ പോയത്. ഇസ്രായേൽ പക വീട്ടുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്നുള്ളവർ കാണിച്ചു കൊടുത്തു. സ്ട്രാറ്റജിക്കലി ഹമാസ് ഒന്നും അല്ലാതായിപ്പോയി. ഈ ഹമാസിന് പിന്തുണ കൊടുക്കാണ്ടിരുന്ന പല ആൾക്കാർ അവരും ഇല്ലാതായിപ്പോയി.
ഈ സെപ്റ്റംബർ 7 എല്ലാ ചില ആൾക്കാരും അവിടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ ധാരണയുണ്ടായിരുന്നു ഇതിപ്പോൾ ഇസ്രായേൽ തോറ്റുപോകും വാറിൽ. അങ്ങനെയാണ് ഹിസ്ബുള്ള ഫയർ ചെയ്യുന്നത്, ഇറാൻ ഫയർ ചെയ്യുന്നത്. അതേപോലെ ഹമാസിന് പലയിടത്തും പല രാജ്യത്തും ലെബനനിലും സിറിയയിലും ഒക്കെ അവർക്ക് ശക്തമായ ബ്രാഞ്ചുകളുണ്ടായിരുന്നു, 10,000, 3,000, 4,000 ഒക്കെ വെച്ച്. അത് ഉൾപ്പെടെയാണ് തട്ടി ദൂരെ പോയത് അവരുടെ ഓരോ സെഗ്മെന്റ് വൈസ്. അതായത് അവരുടെ മിലിറ്ററി ഏറ്റവും മോശമായി പോയി. കാരണം മിലിറ്ററി ആക്ടിവിറ്റീസ്, അവരുടെ മിലിറ്ററി പോരാളികൾ എന്ന് പറയുന്ന മിലീഷ്യ ഗ്രൂപ്പ് അതിൻ്റെ വെടി തീർന്നു പോയി. ഇവർക്ക് വെപ്പൺസ് കൊടുത്തുകൊണ്ടിരുന്ന ഇറാൻ അതിനെ തീർത്തു. ഇവരെ ഏറ്റവും കൂടുതൽ ട്രെയിനിങ്ങിന് സഹായിച്ചിരുന്ന ഹിസ്ബുള്ള അവനെ മൂടോട് തീർത്തു. ഹൂത്തികളുടെ സ്ഥിതി നിങ്ങൾക്കറിയാം എവിടം വരെ എത്തി. ഇതേ ഉള്ള ഒരു മിലിഷ്യ ഓർഗനൈസേഷനെ ഒരു 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 പ്രത്യേക ഒരു പ്രൊഫഷണൽ മിലിറ്ററി ഉള്ള രാജ്യത്തോട് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് ഇറാന് പറ്റിയത്? കാരണം ഇറാൻ ഈ പറയുന്ന ഇസ്രായേലിനെ വളരെ ചെറുതായിട്ട് കണ്ടു. അവർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇസ്രായേൽ ഈ രീതിയിൽ അറ്റാക്ക് ചെയ്യുമെന്ന്. ഇറാന്റെ വെടി തീർത്ത് കൈ കൊടുത്തില്ലേ. 13 ദിവസമേ എടുത്തുള്ളൂ. ഏകദേശം 11 ലക്ഷത്തോളം ആക്റ്റീവ് മിലിറ്ററി, റിസർവ് മിലിറ്ററി ഉള്ള റിപ്പബ്ലിക്കൻ ഇസ്ലാമിക് ആർമി എന്ന് പറഞ്ഞ് അവരുടെ തലവന്മാർ പോലും ഇല്ലാതായിപ്പോയി. ഈ ഹമാസ് കാണിച്ച ബ്ലണ്ടറും വിഡ്ഢിത്തരവും കൊണ്ടാണ് ഉണ്ടായത്. അതേപോലെ സിറിയ തീർന്നു, ലെബനൻ തീർന്നു. ഈ രാജ്യങ്ങളെല്ലാം കംപ്ലീറ്റ് അങ്ങ് വീക്കായി മാറി. ആ രാജ്യങ്ങളുടെ ഓരോ ഭാഗം അവരുടെ ബഫർ സോണായിട്ട് ചില ഭാഗങ്ങൾ ഇസ്രായേലും പിടിച്ചെടുക്കുകയും ചെയ്തു. ഗൊലാൻ ഹൈറ്റ്സ് ഒക്കെ ഇവിടെ പോയി, സീനായി ഇവിടെ പോയി. ഇതൊന്നും ചോദിക്കാൻ ഇപ്പോൾ ആരുമില്ല. ആ രീതിയിൽ അല്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ പിടിച്ചെടുക്കുന്ന സമയത്ത് ഗ്ലോബലായിട്ട് സൗണ്ട് ഉണ്ടായേനെ, അതിനെതിരെ പ്രതികരിച്ചേനെ. ഇപ്പം പാലസ്തീൻകാർക്ക് എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ ജോലി കൊടുക്കാത്തത്? ചോദ്യം എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? ഈ പറയുന്ന ഹമാസും അവിടുത്തെ ടെറർ അതുമായിട്ട് ഇവർക്കെല്ലാം കണക്റ്റഡ് ആണെന്നുള്ള ധാരണയായി. കാരണം അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAEയും സൗദി അറേബ്യയും, ഈ രാജ്യങ്ങളൊന്നും ഈ തലവേദന എടുത്തു വെക്കുന്നില്ല. അതായത് ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് പാലസ്തീൻ ഐഡന്റിറ്റി ഉള്ളവർ ആരെയും ലോകത്തെവിടെയും കയറ്റില്ല. ഈ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇവർ വേറെ ഒരു രാജ്യത്തിൻ്റെ സിറ്റിസൺ ആണെങ്കിൽ, പാലസ്തീനാണ് ഇവർക്ക് ഒറിജിൻ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇവർക്ക് പല രാജ്യങ്ങളും വിസ കൊടുക്കത്തില്ല, പല എയർപോർട്ടിൽ ഇവരെ കയറ്റത്തില്ല. ഇതിനെല്ലാം കാരണം ഈ ഹമാസാണ്. അതാണ് ഞാൻ പറയുന്നത്, ഹമാസ് കാണിച്ച് തെറ്റായ രീതി ഒരു വലിയ ശിക്ഷ അവർക്ക് സ്വയമേ കൊടുക്കേണ്ടി വന്നു. ഇത്രയും ജനങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഒരു ദാക്ഷിണ്യം കാണിച്ചില്ല ഇസ്രായേലും. എല്ലായിടത്തും കൊണ്ട് പോകുമ്പോൾ അവിടെ പട്ടാളക്കാർ പല വീടുകളിലും പോകുമ്പോൾ അവർ പറയുന്നത് October 7 ഞങ്ങൾ ഒരു കാരണവശാലും വിസ്മരിക്കത്തില്ല, ഞങ്ങൾ അതിന് പകരം ചോദിക്കും. അവരാ വീടുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അറബിയിലും ഈ പറയുന്ന ഹീബ്രുവിലൊക്കെ. ഇതിന് ഞങ്ങൾ പകരം ചോദിച്ചിരിക്കും. ഈ പറയുന്ന ഗാസയിലുള്ള പലസ്തീൻകാരൊക്കെ ജോലി ചെയ്യാൻ പോയിരുന്നത് ഇസ്രായേലിലായിരുന്നു. രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് തിരിച്ചു വരും. അത് പൂർണ്ണമായിട്ട് നിർത്തിയ. കാരണം ഈ ഗാസയുടെ അഡ്മിനിസ്ട്രേഷൻ ഹമാസിൻ്റെ കഴിഞ്ഞ 18 വർഷം ഉണ്ടായത് അവിടെ ടെററിനെ നർച്ചർ ചെയ്തെടുത്തു, ഒരു ടെറർ ഫാക്ടറി ആക്കി എടുത്തു. അവിടെ ഫാക്ടറി ഇല്ല, മറ്റു ജോലി ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഈ ഗാസ എന്ന് പറഞ്ഞൊരു ബസലിംഗ് സിറ്റി. ഞാൻ ഈ ഗാസയിൽ പോയിട്ടുണ്ട് നേരത്തെ. ഒരു ദിവസത്തെ പരിപാടി ഇസ്രായേലിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ടാണ് അവിടെ പോകുന്നത്. അപ്പം അവിടെ കണ്ട ഒരു ബസലിംഗ് സംഭവമായിരുന്നു, മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മുഴുവനും അണ്ടർ റൂയി, അതെല്ലാം തകർന്ന് നാശമായി. മുഴുവനും ഈ പറയുന്ന കോൺക്രീറ്റും വീടിന് നാശമായി. ഒരു വീട് പോലും ഇല്ലാത്ത സ്ഥിതിയിലോട്ട് ഗാസയെ മാറ്റി. പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഹമാസിനാണ്. അതാണ് തെറ്റായ രീതിയിൽ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വരുമ്പോൾ ഈ പറയുന്ന ഈ അറേബ്യൻ രാജ്യങ്ങളെല്ലാം ഇനി ഇസ്രായേലിൻ്റെ സുഹൃത്തുക്കളായി. അതോടുകൂടി അറേബ്യൻ രാജ്യങ്ങൾ കൊടുക്കുന്ന പിന്തുണ പോലും ഈ പാലസ്തീന് വരാൻ ദിവസങ്ങളിൽ ഇല്ലാതാകാൻ പോകും. കാരണം എല്ലാവർക്കും ഭയമാണ്. എല്ലാ രാജ്യങ്ങൾക്കും ടെററിസ്റ്റ് ഭയമാണ്. നിങ്ങൾ ഇസ്ലാമിക ടെററിസം ആണെങ്കിലും എന്ത് ടെററിസം പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെയാണ് ടെററിസം. എന്തുകൊണ്ടാണ് ജോർദാൻ കിങ് ഇവരെയൊന്നും അടുപ്പിക്കാത്തതിൻ്റെ കാര്യം അയാൾക്കറിയാം. അദ്ദേഹം ഈ പറയുന്ന പ്രോഫറ്റ് മുഹമ്മദിൻ്റെ പിന്തുടർച്ചക്കാരനാണ് പറയുന്നത്. അതായത് ടെററിസം എന്ന് പറയുന്ന സംഭവത്തിന് ഗ്ലോബലായിട്ട് സ്ഥാനമില്ല. നിങ്ങൾക്ക് കുറച്ചാൾ ഫൈറ്റ് ചെയ്ത് ഹോസ്റ്റേജസിനെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ തിരിച്ചുണ്ടാകുന്ന തിരിച്ചടി എന്ന് പറയുന്നത് വലിയ ഗർത്തത്തിലോട്ടാണ് പോകുന്നത്. അതായത് ഗാസ എന്ന് പറയുന്ന സ്ഥലം
അർത്ഥവത്തായ രീതിയിൽ അത് ഇല്ലാതായി. ഇനി വേറെ പേരൊക്കെ കൊടുക്കുക. സംഭവം പൂർണ്ണമായിട്ട് നശിച്ച് നാറാണക്കല്ലെടുത്തു. അതാണ് ഹമാസ് പാലസ്റ്റീന് കൊടുത്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. ഗ്ലോബലായിട്ട് ഫ്രഞ്ച് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞൊരു സംഭവമുണ്ട്, സ്റ്റേറ്റ്മെന്റ്. ഇതോടുകൂടി ഹമാസ് കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ, ഹമാസ് ഇല്ലാതായി. ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആരെങ്കിലും ലോകത്ത് ഏതെങ്കിലും രാജ്യത്തുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ വെറുതെ വിടത്തില്ല. ഇതാണ് ഫ്രഞ്ച് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞത്. കാരണം അവർ തന്നെയാണ് ആദ്യം പാലസ്റ്റീൻ എന്ന് പറഞ്ഞ് 2 സ്റ്റേറ്റിനും ആദ്യം സാങ്ഷൻ കൊടുക്കുകയും ഈ അപ്രൂവലൊക്കെ കൊടുക്കുകയും ചെയ്തത്. എന്തുകൊണ്ട് ഹമാസിനെ എതിർക്കുന്നത്? ഫ്രാൻസും അനുഭവിച്ചു. അതാണ് ഇസ്ലാമിക ടെററിസം. ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നമ്മൾ വെൽ സ്റ്റഡി ആയിട്ട് ആ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ ഹമാസ് കൊണ്ട് ആ റീജിയനിലുണ്ടായത് ഇസ്ലാമിക മുസ്ലിം രാജ്യങ്ങൾക്ക് കിട്ടിയ തിരിച്ചടി എന്ന് പറയുന്നത് നമ്മൾ പ്രവചിക്കുന്നതിനേക്കാളും വലിയ വലിയ തിരിച്ചടിയാണ് കിട്ടിയത്. അതാണ് വലിയ പാഠം മനസ്സിലാക്കേണ്ടത്. ടെററിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അതിനൊരു പരിധിയുണ്ട്. പക്ഷേ തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നശിപ്പിച്ച് കോളമാക്കി കളയും. അതാണ് ഹമാസിന് കിട്ടിയ ഏറ്റവും വലിയ മെസ്സേജ്.